പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലച്ചുവിന്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് അവളെ വിളിക്കാൻ പോകുന്നതാണ്. സ്പെഷ്യല് ഓക്കെ, എന്താ അവിയൽ നോക്കട്ടെ. ഓ, അമ്മയുടെ സ്പെഷ്യൽ അവിയലാണ് കൂട്ടുകാരെ അല്ലേ. ഇതാണ് അമ്മയുടെ സ്പെഷ്യൽ അവിയല്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് പുറത്തോട്ടൊന്ന് പോണം അല്ലേ. നിങ്ങൾക്ക് പുറത്തോട്ട് പോണം. ആ നേരത്തിന് ഞാൻ ചോറ് വെച്ച് അവിയൽ ഉണ്ടാക്കി പുളിശ്ശേരി വെച്ച് ഇനി പാത്രം കഴുകണം. ഇവിടെ എല്ലാം ഒന്ന് ഒതുക്കണം. ഇല്ലെങ്കിൽ എന്റെ ഇടി മേടിക്കും. വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ പോയി ഒരുങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്നലത്തെ ഡെയിലി വ്ളോഗ് കണ്ടവരാണ് നിങ്ങളെങ്കിൽ മനസ്സിലാകും. അപ്പൊ നമ്മുടെ ഹുണ്ടായി എക്സ്ട്രാ, അതായത് നമ്മുടെ കാറ് ഇന്നലെ അച്ചായ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് നേരെ സർവീസിന് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൊണ്ട് കൊടുത്തേക്കുന്ന നമ്മുടെ ഇവിടെ കൊല്ലം ജില്ലയിൽ കൊട്ടിയത്താണ്. അപ്പം കൊട്ടിയത്താണ് നമ്മൾ ഇന്നലെ കൊടുത്ത്. അപ്പം ഇന്ന് ചൊവ്വാഴ്ച. അപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ് നമുക്ക് കാർ സർവീസ് എല്ലാം കഴിഞ്ഞ് കിട്ടുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് അച്ചായി പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീയും കൂടെ വാ, നീ എന്തെങ്കിലും ഡെയിലി വ്ളോഗ് എടുക്കുമല്ലേ, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളും കൂടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ അച്ചായി അമ്പലത്തിൽ നിന്ന് വന്നിട്ടില്ല. അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് സ്കൂട്ടറിൽ നിന്ന് നമ്മുടെ പുളിയത്തുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ സ്കൂട്ടർ കൊണ്ട് വെച്ചിട്ട് അവിടെ ഞങ്ങൾ ബസ് കയറി പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് കാറും എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് പുളിയത്തുമുക്കിൽ നിന്ന് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങും. നേരെ സ്കൂട്ടർ ഞാൻ ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. അതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം നമുക്കിനി പോകുന്ന വഴിയിലെ കാഴ്ചകൾ എന്തൊക്കെ എന്നെ കൊണ്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റും അതൊക്കെ കാണിക്കാം. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ 7 വർഷമായി ബസ്സിനകത്ത് യാത്ര ചെയ്തിട്ട് കേട്ടോ. അച്ചായി കൂടെ കൂടിയതിന് ശേഷം ഞാൻ ബസ്സിനകത്ത് അധികം യാത്ര ചെയ്തിട്ടില്ല. അതൊന്നല്ല, അതിന് മുമ്പേയും ബസ്സിനകത്ത് എനിക്ക് അധികം യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല. കാര്യം പണ്ട് അച്ഛനുള്ളപ്പോൾ അച്ഛൻ കൊണ്ടാക്കും, പിന്നെ അല്ലെങ്കിൽ അമ്മ എങ്ങനെ ഓട്ടോ വിളിച്ചേക്കായിരിക്കും സ്കൂളിലൊക്കെ വിടുന്നത്. അങ്ങനെ പിന്നെ അല്ലാതെ കോളേജ് ടൈം ആയപ്പോൾ എനിക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ 3-4 വട്ടമൊക്കെ ബസ്സിൽ കയറിയിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ അധികം ബസ്സിൽ കയറിയുള്ള ശീലവും ഇല്ല. അതാണ് പ്രശ്നം. ബസ്സിൽ കയറിയാൽ പിടി കിട്ടത്തില്ല. ഞാൻ നീളം ഉണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആരുടെയെങ്കിലുമൊക്കെ മടി പോയിരിക്കും. അതാണ് കോമഡി. അപ്പോൾ ഇനി എന്താവും എന്തോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്നെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, അച്ചായി വന്നിട്ടുണ്ട്, ഞങ്ങൾ പോവുകയാണ്. അച്ചായി എല്ലാവർക്കും ഒരു ഹായ് കൊടു. ഇതാണ് കൂട്ടുകാരെ പുളിയത്തുമുക്ക് ജംഗ്ഷൻ. അപ്പം ഞങ്ങൾ പുളിയത്തുമുക്ക് ജംഗ്ഷനിൽ ഇവിടെയാണ് വന്ന് നിൽക്കുന്നത് ബസ് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നും ഈ ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്ററാണ് ഉള്ളത്. നട്ടുച്ച ഒരു 11:30 അച്ചായി അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 1.5 കിലോമീറ്റർ വെയിലത്ത് നടന്നു വരിക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്കൂട്ടറിലാണ് വന്നത്. സ്കൂട്ടർ നമ്മുടെ അവിടെ ഒരു സൈഡ് കടയെടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 3 ബസ്സായിരുന്നു കയറേണ്ടി വരുന്നത്. ഞങ്ങൾ പുളിയത്തുമുക്കിൽ നിന്നും ഐത്തിലേക്ക് ഒരു ബസ് കയറി, ഐത്തിൽ നിന്നും മേവർത്ത് വരെ ഒരു ബസ് കയറി, മേവർത്ത് നിന്ന് നമുക്ക് പറക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടി കൊട്ടിയത്തൊരു ട്രാൻസ്പോർട്ട് ബസ് കയറി കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ മൊത്തത്തിൽ ടോട്ടൽ 3 ബസ്സാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ചായി എടുത്ത് ഞാൻ പറഞ്ഞത്, അച്ചായി നമ്മൾ കുറേ നാളായില്ലേ ട്രാൻസ്പോർട്ട് ബസ്സിലും പ്രൈവറ്റിലും ഒക്കെ കയറിയിട്ടല്ലേ. അപ്പോൾ അച്ചായിക്കാണ് ഈ ബസ്സിൽ കയറുന്നതിന് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഹായ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അങ്ങനെ ഞങ്ങൾ KSRTCയിലെ ഡ്രൈവർ എടുത്ത് കണ്ടക്ടർ എടുത്ത് പറഞ്ഞായിരുന്നു ഞങ്ങളെ പറക്കുളത്തൊന്ന് ഇറക്കണേന്ന് പറയും. എന്തായാലും ഭാഗ്യത്തിനോട് ഇറങ്ങാൻ പറ്റി കേട്ടോ. അങ്ങനെ താണ്ട് നമ്മൾ നോക്കിയപ്പോഴത്തെ ഒരു ഹോട്ടൽ, അതൊക്കെ കൊള്ളാം, നല്ല ഉച്ചയൂണിൻ്റെ മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ ഹുണ്ടായിയുടെ സർവീസ് സെൻറ്റർ. അപ്പോഴത്തേക്ക് അവിടെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരുന്ന അവിടുത്തെ സ്റ്റാഫൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു കാറ് റെഡിയാക്കി തന്ന പയ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചോദിക്കുകയും ചെയ്തായിരുന്നു, കയറി ചെന്നപ്പോൾ തന്നെ ആ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ മിന്നിക്കുട്ടി, എൻ്റെ ലച്ചൂട്ടിയൊക്കെ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ പാവക്കുട്ടികളാണ് ഇത് രണ്ടും. ഓക്കെ, അപ്പോൾ അവളുമാർ രണ്ടും നമ്മൾ വരുന്ന കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വണ്ടി നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലാവണമെങ്കിൽ മൊത്തം എക്സ്ട്രാ ആണല്ലോ അവിടെ കിടക്കുന്നത് മിക്കതും. അപ്പം നമ്മളെ വണ്ടി നോക്കിയപ്പോൾ നമ്മുടെ പാവക്കുട്ടി ഉള്ളതാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ. എല്ലാം ബ്ലാക്ക് വണ്ടി, മൊത്തത്തിലൊരു ബ്ലാക്ക് വണ്ടിയും അതിൻ്റെ അടുത്ത് റെഡ് വണ്ടിയും കൂടെ കിടന്നാൽ നല്ല രസമായിരിക്കത്തില്ലേ കാണാൻ എന്ന് പറഞ്ഞ കണക്ക് രസം തന്നെ ആയിരുന്നു കേട്ടോ. അതേ അച്ചായി നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ബ്ലാക്ക്, ഇതിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ വണ്ടി. അതിന് തൊട്ടപ്പുറത്ത് ഞാൻ നോക്കിയപ്പോൾ നല്ല അടിപൊളി ഒരു റെഡ് വണ്ടി. വെയിലും കൂടെ ആയപ്പോൾ പറയണ്ട, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അച്ചായിക്കാണെങ്കിൽ നമ്മുടെ ലച്ചൂട്ടി നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ തിളങ്ങി കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ വണ്ടി കയറി. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങൾ കണ്ട നമ്മുടെ കൊട്ടിയത്ത് പറക്കുളം ഹുണ്ടായിയുടെ സർവീസ് സെന്ററിൽ വന്നിട്ടുണ്ട് അല്ലേ ചായി? വണ്ടി എടുത്ത് എങ്ങനെയുണ്ട് സർവീസ് ഒക്കെ? അടിപൊളിയാണ്, സൂപ്പർ. അപ്പൊ പോവാണ് കേട്ടോ. നല്ല സർവീസ് ആണ് അല്ലേ ഹുണ്ടായി. എല്ലാം അവരുടെ ഷോറൂമിലായാലും നമ്മൾ വണ്ടി എടുക്കാൻ ചെല്ലുന്ന ഷോറൂമിലായാലും ശരി, ഇവിടെ ആയാലും ശരി, നല്ല സർവീസാണ്. ആ ഒരു കൂട്ടുകാരെ, ഞങ്ങളിപ്പോ ദാണ്ട കൊട്ടിയത്താണ്.
തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടോ നിങ്ങൾ? ഇപ്പൊ കൊട്ടിയത്ത് ബസ് സ്റ്റാൻഡാണ് അല്ലേ അച്ഛേ? പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് കൊട്ടിയത്ത്. ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് എല്ലാം ഉണ്ട് കേട്ടോ. അത് നമുക്ക് വന്നൊരു കോമഡി എന്തുവാണെന്ന് ചോദിച്ചാൽ കോമഡി അല്ല, ഒരു അവസ്ഥയാണ് അത്. എന്തായാലും ഇവിടെ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ പുളിയത്തുമുക്കിലോട്ട് വന്ന് എത്താറായപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്കൂട്ടറിൻ്റെ പെട്രോൾ അങ്ങ് തീർന്നു പോയി കേട്ടോ. പിന്നെ പറയാനുണ്ടോ, എന്തായാലും കാറും കൊണ്ട് വരുന്ന വഴി തിരിച്ച് ഞങ്ങൾ എന്തായാലും ഒരു കുപ്പിക്കകത്ത് പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് പുളിയത്തുമുക്കി വെച്ച് എനിക്ക് അച്ചായി ഒഴിച്ച് തരുവാണ് കേട്ടോ. ഒഴിച്ച് തന്നാലേ എനിക്ക് വണ്ടി എടുത്ത് കാറിൻ്റെ പുറവിനെ അച്ചായിയുടെ കൂടെ വെച്ച് പിടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പെട്രോളൊക്കെ ഒഴിച്ച് കണ്ട് നമ്മുടെ സ്കൂട്ടർ അച്ചായി സെറ്റാക്കി തന്ന് അതിനുശേഷം അച്ചായി കാറിനകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചായിയാണ് ഇനിയുള്ള വീഡിയോകളൊക്കെ എനിക്ക് എടുത്തു തരുന്നത്. കാറിനകത്ത് കയറിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ അച്ചായിയുടെ ബാക്കിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ അച്ചായി പറഞ്ഞ് കുഴപ്പമില്ല, നീ ഫ്രണ്ടിൽ പോയാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നമ്മുടെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അച്ചായി എൻ്റെ തൊട്ട് പുറകിലുണ്ട് കേട്ടോ. അപ്പോൾ അച്ചായി പറഞ്ഞേ, ഞാൻ അവിടെ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ നിന്നെ കാണാനില്ല, ഞാൻ വിചാരിച്ചു അങ്ങ് എങ്ങോട്ട് പോയെന്ന്. കുഴപ്പമില്ല, ഞാൻ ആ വെള്ളക്കാറിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ അങ്ങ് എത്താൻ നോക്കിയതാണ് വീട്, പക്ഷേ പറ്റിയില്ല. അച്ചായി അതിലും വേഗത്തിലാണ് എൻ്റെ പുറകിന് വന്നുകൊണ്ടേയിരിക്കുന്നത്. ജീവിതത്തിൽ എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടൊരു ലക്ഷ്യമായിരുന്നു ഡ്രൈവിംഗ് എന്നുള്ളത്. അപ്പം അതിനകത്ത് ഒന്നാമതൊരു ഇതായിരുന്നു എനിക്ക് സ്കൂട്ടർ നല്ല രീതിയിലൊന്ന് പഠിച്ച് എന്താ പറയണ്ട അച്ചായി വെച്ചുകൊണ്ട് ഓടിക്കണം എന്നുള്ളത്. ആ ആഗ്രഹമൊക്കെ സാധിച്ചു. ഇപ്പോൾ അച്ചായി കാർ ഓടിക്കുമ്പോൾ അച്ചായിയുടെ മുമ്പിൽ കൂടെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അതിൽ വലിയൊരു സന്തോഷമില്ലല്ലോ. ഇപ്പോൾ അച്ചായി എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടൊന്ന് വാ പിങ്കി മോളെ വിളിക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലും കേട്ടോ, വിളിക്കാനൊക്കെ ചെല്ലും. അതുപോലെ തന്നെ ഇതുപോലെ ഇപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് എനിക്കത് പഠിച്ച് അറിയാവുന്നത് കൊണ്ട് എനിക്കത് ഉപകാരമായല്ലോ, വലിയ സന്തോഷം. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡെല്ലാം കുത്തി ഇളക്കി ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ. അതാണ് ഏക ഒരു ബുദ്ധിമുട്ട്. പിന്നെ നല്ലൊരു വളവാണ് കേട്ടോ. ഈ വളവിൽ നമ്മൾ നല്ല ഹോൺ അടിച്ചൊക്കെ പോകണം. ഞാൻ നല്ല ഹോൺ അടിക്കുന്നുണ്ട്, നിങ്ങൾക്കത് ബോറാവണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പം അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല വണ്ടി എപ്പോഴാണ് കയറി വരുന്നത്. നമ്മൾ എത്ര ഹോൺ അടിച്ചാലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഒന്നും കാര്യമില്ല. ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ. പ്രത്യേകതാണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അമ്മ വന്ന് ഗേറ്റ് തുറക്കുമെന്ന്, പക്ഷേ അമ്മ ആ നേരത്തിനൊന്നും കണ്ടില്ല. 2 മിനിറ്റ് നോക്കി കണ്ടില്ല. അന്നേരം പിന്നെ ഞാൻ തന്നെ വണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ തന്നെ ഗേറ്റ് അങ്ങോട്ട് തുറക്കുവാണ് കേട്ടോ. നമ്മുടെ സ്കൂട്ടറിനെ അകത്തോട്ട് കയറ്റി വെച്ചെങ്കിൽ മാത്രമേ അച്ചായിക്ക് കാറും കൊണ്ട് കയറാൻ പറ്റത്തുള്ളൂ. സ്കൂട്ടർ മറ്റേ കാർ നമ്മളെ പഴയ വണ്ടി ഉള്ളപ്പം സ്കൂട്ടറും കൂടി ഇരിക്കുമായിരുന്നു കേട്ടോ. ഇവർക്ക് ഇത്തിരി വണ്ണക്കൂടുതലായതുകൊണ്ട് നമ്മുടെ സ്കൂട്ടർ കുട്ടിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മുടെ മാവിൻ്റെ മൂട്ടിലോട്ടാണ് തക്കാലം മാറ്റി വെക്കുന്നത്. ഇനി മഴയൊക്കെ വരുമ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കിയിട്ട് സ്കൂട്ടറിനെയും കൂടെ ഒന്ന് ഷെഡിലോട്ട് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പാടാണ്. കാരണം ഈ മഴ നനയുമ്പോൾ നമ്മുടെ വണ്ടികൾ എന്തായാലും എന്താ പറയേണ്ട ഒരു ബുദ്ധിമുട്ട് തന്നെ. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിന് ബുദ്ധിമുട്ടാണ്, കേടാവാനും ചാൻസ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ കുട്ടി നല്ല സുന്ദരിയായിട്ട് ഫസ്റ്റ് സർവീസും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടേ. കൂട്ടുകാരെ, ഞങ്ങൾ വണ്ടിയും കൊണ്ടൊക്കെ ഒന്നിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ചോറ് കഴിക്കുമല്ലേ? വിശന്ന് പോയാ? ഓക്കെ. അപ്പൊ മനസ്സിലായില്ലേ ഈ കള്ളിപ്പെടിനെ നമ്മൾ അവിടെയൊക്കെ നോക്കിയിട്ട് കാണാൻ എന്താന്ന്. ഞങ്ങളെ കാത്തിരുന്ന് അമ്മ മടുത്തു. അങ്ങനെ അമ്മ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ. അച്ചായി കുഴഞ്ഞതേ വീട്ടിലോട്ട് കയറുക. പോയി കാറും ഒക്കെ എടുത്തോണ്ട് വന്ന് അപ്പൊ ഞാനാണെങ്കിൽ ഫ്രണ്ടിൽ സ്കൂട്ടറിലും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെത്തി കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗ്. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും ടാറ്റ. അപ്പോൾ പിന്നെ നമ്മുടെ എല്ലാ വീഡിയോകളും ഉച്ചയ്ക്ക് 1 മണിക്ക് വരും. ഷോർട്സ് ഡെയിലി ലോങ് വീഡിയോ എല്ലാ ദിവസവും രാത്രി 8:30ക്കാണ് വരുന്നത് കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.